അല്ല, ഇപ്പം കൊറേ ആൾക്കാർ വന്നിട്ട് ആ കുട്ടി ചെയ്തത് തെറ്റ്, മറ്റേ ചങ്ങായി ചെയ്തത് ഭയങ്കര ശരിയാണോ, മരിച്ചാലില്ലേ? ഇപ്പൊ മരിച്ചാലിന്റെ പോയി, ഓന്റെ വീട്ടുകാർക്ക് പോയി, വേറെ ആർക്കും ഇല്ല. ഓനങ്ങ് പോയി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചത് ഓന്റെ വീട്ടുകാർക്ക് പോയി. ഓൻ അങ്ങനെ ചെയ്യാത്തവനാ വലിയ മാനാണെങ്കിൽ ഓനെന്താക്കും, പബ്ലിക്കിൽ വന്നിട്ട് അത് ന്യായീകരിച്ച് എന്താക്കണം, ക്ലിയർ ആക്കി കൊടുക്കണം ജനങ്ങളുടെ മുന്നിൽ. ഇത് കുട്ടിക്ക് വേണ്ടി ഒരു ബോധവൽക്കരണം കൊടുക്കണം. എന്നിട്ട് ഓനങ്ങ് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ഓന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെ ഉണ്ട് ചൽക്കാനുണ്ട്. കുട്ടി ചെയ്തിട്ട് എന്ത് കുട്ടി ചെയ്തിട്ട് എന്തെങ്കിലും ഏതാടാ ഈ പാവാടവള്ളി കാട്ടവതാരം? എടാ പാവാടവള്ളി, സ്ഥിരം നീ ലേഡീസുകളെ ശല്യം ചെയ്യുകയും അവരുടെ അവിടെ ഇവിടെയും കയറി പിടിക്കുകയും ചെയ്യുന്ന, അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് നിന്റെ കർണത്തടി കിട്ടുന്ന നിനക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷെ നിന്നെപ്പോലെയാണ് കേരളത്തിലെ എല്ലാ ആണുങ്ങളും എന്ന് നീ വിചാരിക്കരുത്. അത് നിന്റെ അഹങ്കാരമാണ്. മനസ്സിലായോ പാവാടവള്ളി? ഇവിടെ ഒരു പെണ്ണ് കേസിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അതിലുപരി വേറൊരു നാറ്റക്കേസ് ഇല്ല. അതും ഒരു കള്ളക്കേസിൽ കുടുങ്ങി നാറുക എന്ന് പറയുമ്പോ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും? സമൂഹം കുറ്റപ്പെടുത്തുക, ബന്ധുക്കാരും നാട്ടുകാരും കുറ്റപ്പെടുത്തുക, സ്വന്തം ജനിപ്പിച്ച തന്തയുടെയും തള്ളയുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യം, പെങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ദീപക് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവന് നിന്റെ അത്ര തൊലിക്കട്ടിയില്ല, താങ്ങാൻ കഴിയുന്നില്ല, മാനസിക പിരിമുറുക്കം, മാനസികമായി തളരുക. അതിന്റെ ഇടയിൽ കൂടെ ഈ പെണ്ണിനെതിരെ നിയമപരമായിട്ട് ഇറങ്ങിയിട്ട് ഈ ആണിന് നീതി കിട്ടുന്നുള്ളത് യാതൊരു ഉറപ്പും ദീപക്കിനില്ല. ഇങ്ങനെ ഒരു സാഹചര്യമാണ് ദീപക്കിന്റെ. അവന്റെ മുന്നിൽ അവൻ തന്നെ നീതി തേടി, അവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുക എന്നുള്ള നീതി. സോഷ്യൽ മീഡിയയിൽ സമൂഹം പാലിക്കേണ്ട മര്യാദകളുടെ രക്തസാക്ഷിത്വമാണ് ദീപക്കിന്റെ. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ആണായി ജനിക്കണം, ആണത്തുള്ളവനാകണം, ആണിന്റെ നെട്ടല് വേണം. ഈ പാവാടവള്ളിയായിരുന്നിട്ട് നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.